നിങ്ങൾ സന്തോഷ് വർക്കിയ ആളാണോ എന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ അവനോട് പറഞ്ഞേരെ, അവന്റെ കഷ്ടകാലം തുടങ്ങുന്നത് ശാന്തിയുള്ള ദിനേശിന് മുമ്പ് വരുമ്പോണെന്ന് പറഞ്ഞേരെ. എനിക്ക് എവിടെ അനീതി കണ്ടാലും അതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ശാന്തിയുള്ള ദിനേശ് പറയാൻ ഞാൻ ആരുമല്ല. ശാന്തിയുള്ള ദിനേശ് ഒരു അപൂർവ ജന്മമാണ്. അത് ഈ നാട്ടിലുള്ള സകല കഴുതകൾക്കും അറിയാം. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാണ്. മൈക്കൽ ആംഗലോ പോലെയോ പിക്കാസോ പോലെയോ ലിയാനോ ഡാവിഞ്ചി പോലെയോ ഒരു അത്ഭുത പ്രതിഭയാണ്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. ഊതിയതാണല്ലേ? അല്ലടാ, സത്യം. ഇങ്ങേരുടെ ഒരു ക്ലാസിക് വർക്കാണ് ബംഗ്ലാവ് ലൗദ. അത് ശരി. അപ്പൊ അണ്ണൻ ഭാരവാക്കി ഇറങ്ങിയിരിക്കാനല്ലേ? 100 ദിവസം തിയേറ്ററിൽ ഓടിയത്. ഇവൻ ഒരു പടം ഓടിയിട്ടില്ല. ഇത് കാണാത്ത ചെറിയ കുട്ടി ഓടിയില്ല. പുതിയ സിനിമക്കാർക്ക് ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഭയങ്കര അനക്കാരുടെ ഒരു പേര് ലൂസാന്ന് പറഞ്ഞേ, അനക്കൊരു പേര് കൂടുതൽ. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം സ്കൂളിൽ പഠിപ്പിക്കലുണ്ട് ബംഗ്ലാവ് ലൗദ. എങ്ങനെ ഒരു പടം ഡയറക്ട് ചെയ്യണം. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ശാന്തി ദിനേശിന്റെ അടുത്ത ക്രിസ്റ്റഫർ നോളൻ, തനിക്ക് എന്നെ പുണ്യമാണല്ലേ? എനിക്കാരുടെ ഒരു പുണ്യമില്ല ഉണ്ട്. അല്ലെങ്കിൽ സ്പിൽബർഗ്, ജെയിംസ് കാമറൂൺ, ആ ലെവലിൽ വരുന്ന ഒരു അതുല്യ പ്രതിഭയാണ്. പക്ഷെ 40 വർഷത്തിൽ ഒറ്റ സിനിമ ഡയറ്റിലിട്ടു. പക്ഷെ അത് ഒറ്റ സിനിമ മതി. നിർത്തി അവമാനിക്കുവാണെന്ന് ആണ് അഭിഷേകിന്റെ എന്തൊരു ഓട്ടം ഓടിയത്. ഓൾ കേരള പാൻ ഇന്ത്യൻ ഇതായിരുന്നു. സ്വന്തം പലട കുത്തി നാറ്റിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ആ വിവരം നാട്ടുകാരെ അറിയിച്ച് പത്രത്തിന് നാണം കെടുത്തണ്ട. എത്രയോ ആദ്യമായിട്ട് 120 കോടി ക്രോസ് ചെയ്ത കമ്പനി ഫിലിമാണ്. എന്തായാലും ശാന്തി ദിനേശിനൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു അനുഗ്രഹീത കലാകാരനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ല. കൂടുതൽ സൂചിപ്പിക്കണ്ട. കാരണം അദ്ദേഹം അത്രയ്ക്ക് അത്യുന്നതയിൽ കഴിവ് തെളിയിച്ച ആളാണ്. നിന്നെ കുറിച്ച് ഇതിൽ കൂടുതൽ നുണ പറയാനും എനിക്ക് വയ്യ. അദ്ദേഹം എന്റെ ഡയറക്ടർ മാത്രമല്ല, അഭിനയിക്കുകയും ചെയ്യണം. അത്രയ്ക്ക് ആകാര സൃഷ്ടിയുള്ള, അത്രയ്ക്ക് കട ഭംഗിയുള്ള, പൗരുഷമുള്ള ശരീരമുള്ള ഒരാളാണ് ശാന്തി ദിനേശ്. അദ്ദേഹം ബോഡി ഉള്ളവർക്കേ ക്ഷേമാവേണ്ട കാര്യമുള്ളൂ. നീ ആത്മാവില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. ഇപ്പോഴാ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണിച്ചത്. പക്ഷെ മലയാള സിനിമയിൽ ബംഗ്ലാവ് ലൗദ ഉണ്ടാക്കിയ റെക്കോർഡ്, ബോക്സ് ഓഫീസ് റെക്കോർഡ് വേറെ ഒരു പടം ഉണ്ടാക്കിയിട്ടില്ല. അതെ, തന്റെ ഇടപാടെല്ലാം തീർന്നല്ലോ, മുതലും പലിശ എല്ലാം കിട്ടിയല്ലോ. എന്നല്ലൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വരാം. നാളെ വരുമോ? ഓ, പിന്നെ നാളെ വരാതിരിക്കാൻ പറ്റുമോ?